ഫ്രണ്ട്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുഹൃത്തുക്കളെ, ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ, എസ്.കെ. പൊറ്റക്കാടിൻ്റെ വലിയ ഒരു പ്രതിമയുള്ള ഈ സ്ഥലം ഏതാണ് എന്ന് മനസ്സിലായി കാണുമല്ലോ. അതെ, നമ്മളിപ്പോൾ കോഴിക്കോട് മുട്ടായി തെരുവിലാണുള്ളത്. കോഴിക്കോട് മുട്ടായി തെരുവിൻ്റെ അങ്ങേ അറ്റത്തുള്ള ഒരു ബസ് സ്റ്റാൻഡും ഒക്കെയുള്ള ഒരു സ്ഥലമാണ്. കോഴിക്കോട് കോർപ്പറേഷനാണ് ഈ പ്രതിമ ഒക്കെ ഉണ്ടാക്കിയത്. പിന്നെ ഇതിൻ്റെ തൊട്ടടുത്ത ചുവരിൽ ഇതിന് കാർവിംഗ് വർക്ക് എന്നാണ് പറയുക. അതായത് എസ്.കെ. പൊറ്റക്കാടിൻ്റെ ഒരു തെരുവിൻ്റെ കഥ എന്ന നോവലിലെ കുറച്ച് ഭാഗങ്ങളും പിന്നെ ഒരു ദേശത്തിൻ്റെ കഥയിലെ കുറച്ച് ഭാഗങ്ങളും പിന്നെ 2 നോവലുകളിലെ കഥാപാത്രങ്ങളും ഒക്കെയാണ് ഈ കാർവിംഗ് വർക്കിൽ കാണുന്നത്. വളരെ മനോഹരമായിട്ടാണ് ഈ വർക്ക് ചെയ്തിട്ടുള്ളത്. ഈ വർക്കിൽ അന്നത്തെ ആ കാലഘട്ടത്തിൻ്റെ സംസ്കാരവും ഉൾപ്പെടും. ഇനി നമുക്ക് കോഴിക്കോടിൻ്റെ കുറച്ച് ചരിത്രങ്ങളൊക്കെ കേൾക്കാം. SM സ്ട്രീറ്റ് എന്ന് കേട്ടാലേ കോഴിക്കോട്ടുള്ളവർക്കറിയാം, അവിടെ എപ്പോഴും തിരക്കാണ്. ഏറ്റവും അധികം വിൽപ്പനശാലയുള്ള സ്ഥലമാണ് അവിടം. യൂറോപ്പുകാരാണ് ഈ തെരുവിന് ഈ പേര് ഇട്ടത്. ഈ സ്ട്രീറ്റിലെ വ്യത്യസ്തമായ പല നിറത്തിലുള്ള ഹൽവകൾ കണ്ട് ആസ്വദിച്ച് ആ തെരുവിനെ സ്വീറ്റ് മീറ്റ് സ്ട്രീറ്റ് എന്ന് പേരിട്ടു. ഹൽവയെ യൂറോപ്പുകാർ വിളിച്ചിരുന്ന ഓമനപ്പേരായിരുന്നു സ്വീറ്റ് മീറ്റ്. ഇതിനു മുമ്പ് ഈ സ്ട്രീറ്റിൻ്റെ പേര് ഹുസൂർ റോഡ് എന്നായിരുന്നു. ഹൽവയെ കൂടാതെ പലതരം മധുര പലഹാരങ്ങൾ പിന്നീട് ഈ തെരുവിനെ കീഴടക്കി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും പഴക്കം ചെന്ന ബേക്കറികൾ മിഠായി തെരുവിൽ കാണാം. ഹൽവയെ കൂടാതെ ഇഷ്ടപ്പെട്ട മറ്റൊരു ഇനമാണ് കായ വറുത്തത്. ഈ പലഹാരങ്ങളെല്ലാം ഉണ്ടാക്കുന്നത് ശുദ്ധമായ നെയ്യിലാണ് എന്നൊരു പ്രത്യേകത കൂടി ഉണ്ട്. മിഠായി തെരുവ് പഴയ മിഠായി തെരുവല്ല. ഇപ്പോൾ പലഹാരങ്ങൾ മാത്രമല്ല തെരുവ് അടക്കി വാഴുന്നത് തുണിക്കച്ചവടവും മറ്റ് ഇതര ബിസിനസ്സുകളും ഇവിടെ കാണാം. കേരളത്തിലെ ഏറ്റവും വലിയ ഖാദി എംപോറിയം ഇവിടെയാണ്. ഇപ്പോൾ മറ്റ് പലഹാരങ്ങളോ കൂടെ നമുക്ക് ഏറ്റവും രുചികരമായ ബിരിയാണിയും പിന്നെ വളരെ സ്പെഷ്യലായി പറയേണ്ടത് ഇവിടെ മിൽക്ക് സർബത്തും, ഏറ്റവും ടേസ്റ്റുള്ള മിൽക്ക് സർബത്തും ഇവിടെ കിട്ടും. എപ്പോഴും തിരക്കാണ്. രാവിലെ മുതൽ രാത്രി വരെ ഈ മിഠായി തെരുവിൽ തിരക്കാണ്. പിന്നെ ആണെങ്കിൽ സന്ദർശകരുടെ തിരക്കും. കോഴിക്കോട് കാണാൻ വരുന്നവർക്ക് ഒരുപാട് സ്ഥലങ്ങൾ കോഴിക്കോട് കാണാനുണ്ട്. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് മിഠായി തെരുവും കൂടെ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക നഗരം ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു ഉത്തരമേ ഉള്ളൂ, അത് കോഴിക്കോട് തന്നെയാണ്. ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റെയിൽവേ സ്റ്റേഷൻ. അതുകൊണ്ട് നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളൊക്കെ കണ്ട് ഏതാണ്ട് വൈകുന്നേരം വന്നാലും നമുക്ക് ഈ സ്ഥലങ്ങളൊക്കെ കണ്ട് വേഗം റെയിൽവേ സ്റ്റേഷനിലേക്ക് കടക്കാം. പ്രിയപ്പെട്ടവരെ, ഇപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ ഈ മിഠായി തെരു കാണണം, ഇവിടെ വന്ന് സാധനങ്ങളൊക്കെ വാങ്ങണം എന്ന്? അടുത്ത പ്രാവശ്യം ഇവിടെ എന്തായാലും വരിക. അപ്പോൾ ഫ്രണ്ട്സ്, കോഴിക്കോടിനെ പറ്റിയും മിഠായി തെരുവിനെ പറ്റിയും ഒരുപാട് കഥകൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കൂടാതെ ഇപ്പോൾ ഒരുപാട് വീഡിയോസും കണ്ടു കാണും. അപ്പോൾ ഞാൻ മറ്റൊരു വീഡിയോയുമായി ഉടനെ വരുന്നതാണ്. അതുവരെ ഗുഡ് ബൈ.